അമ്പമ്പോ അമ്പടകേമ അച്ഛനും അമ്മയും അല്ലാതെല്ലാം കിട്ടണരങ്ങാടി ആരന്തൊക്കെ ചെന്നാലും നാടാകെ പേരുള്ളങ്ങാടി പ്രാണൻ പോലെ വ്യാപാരം കാണുന്നു പാവം അങ്ങാടി ആക്കാറ്റ് പള്ളിയിലെ ഔസേപ്പ് കത്തനാർ കെങ്കേമമാക്കിയൊരങ്ങാടി കുന്നും കുളങ്ങളും ചേരുന്ന നാടിലെ കുന്നംകുളം എന്നായ പേര് അങ്ങാടി അങ്ങാടി ഇത് കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി ഇത് കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി കുന്നംകുളത്തങ്ങാടി പരമപുരാതനനാകും വണികൻ വണികനു പേരോ കോരാ കോരാ അവനു കിടാങ്കടു കുരുവിള പ്രാഞ്ചീന്തേന്തത്ത തകതത്തരിത്ത തകതത്തുതത്തി വേറെ വഴിക്കൊരു കച്ചോടം കൂടണയാനൊരു തറവാട് പ്രാഞ്ചേരിക്കട മേലാള് കുരുവിയടക്കട രാജാവ് കോഴി കൂകും ഒരു നേരം തൊട്ടിന് ചിന്തയിൽ അത് മാത്രം കാണണ്ടേ കാണണ്ടേ മാളോരെ കാണണ്ടേ ആനത്തലയോളം ചേനക്കാര്യം വേലകളും പല വേലികളും നടുതല്ലിയലച്ചു ചിരിക്കണ ചരിതം അമ്പട അമ്പമ്പോ ഇതല്ലായിരിക്കോ സൂസേ ഡി സൂസേ ഇങ്ങോട്ട് വന്നണ്ടേ എന്തേ ചേച്ചി ദേടി അതേളേപ്പനല്ലേ നിക്കണ ആ ശരിയാണല്ലോ എന്താ അവിടെ ഇരിക്കണേ ആരിക്കറിയാ ഇങ്ങോട്ട് വരാനറിയാൻ പാടില്ല ഇങ്ങോട്ട് വന്നോളൂ പിണങ്ങിയല്ല നിക്കാണോ അത് ചിലപ്പോ ശരിയായിരിക്കും കേട്ടാ അയാളെ തള്ളയിട്ട് മുട്ടനിടിണ്ടാവും ഞാൻ ചെന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം ആ ചെല്ലി ചെല്ലി എളേപ്പാ എളേപ്പാ ആ. ഇതെന്തുട്ടാ ഇവിടെ നിക്കണേ ഞാൻ എന്റെ ഏട്ടന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടതാ ആ ഏട്ടന്റെ വീടോ ആ എന്റെ കോരച്ചേട്ടന്റെ വീട് പ്രാഞ്ചേടിയും കുരുവീടിയും വീട് പക്ഷേ ഈ വഴി തെറ്റിയോന്ന് എനിക്കൊരു സംശയമുണ്ട് എളേപ്പന് എന്തുട്ടാ ഈ പറയണേ ഹായ് കുന്നംകുളം മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന കോരച്ചേട്ടനെ അറിയോ നീയേ എളേപ്പന് ഇത് ആളെ കളിയാക്കുക എന്തേ ഒന്നിങ്ങോട്ട് വന്നേ ആലീസ് ചേച്ചി ദേ ഇവിടെ ഒരു തമാശ നടക്കുന്നു ഹും. എളേപ്പന് എന്താ വീട് എവിടെയെന്ന് ഓർമ്മ വരുന്നില്ലേ ഈ വഴി തന്നെയാ വീട് പക്ഷേ എന്താടി എളേപ്പനെ പാണങ്ങാടന്തറോട് അന്വേഷിച്ച് കിടക്കുക എന്തെന്ന് ഡീ മോളെ കുന്നംകുളം മാർക്കറ്റിൽ അവർക്ക് പണി ആരിക്ക് എന്റെ ഏട്ടൻ കോരയ്ക്ക് എന്നെ വലിയ കാര്യ അവർക്ക് 2 കുട്ടികളുണ്ട് പ്രാഞ്ചിയും കുരുവി പ്രാഞ്ചി 5ലും കുരുവി 8ല ആ എളേപ്പൻ വായോ വാ ഇങ്ങോട്ട് വാ വാന്നു ഇതന്നെയാണാവോ ആ ഇത് തന്നെയാ എളേപ്പൻ വാ ഇങ്ങോട്ട് ഇതന്നെയാവോ വീട് എളേപ്പ എന്താ ആലീസ് ചേച്ചി എളേപ്പൻ ഇങ്ങനെയൊക്കെ കാണിക്കണേ പട്ടായ എളേപ്പ ഇങ്ങോട്ട് വരാൻ
എവിടേക്ക്? ഞാൻ കോരച്ചേട്ടൻ വിളിച്ചിട്ട് വന്നതാ. മദ്രാസിൽ പോണം ചരക്കെടുക്കാൻ. പാണങ്കാടൻ തറവാട് ഇതല്ലേ? അല്ലടി, നിങ്ങളൊക്കെ ആരാ? ഞാൻ പ്രാഞ്ചേട്ടന്റെ ഭാര്യ, ഇത് കുരുവേട്ടന്റെ ഭാര്യ. 8ലും 5ലും പഠിക്കുന്ന കുട്ടികള് പെണ്ണ് കെട്ട്. ഇത് നല്ല കൂത്ത്. ഞാൻ ഇതുപോലെ ഒന്നും കേട്ടിട്ടില്ല എന്റെ ദൈവമേ. നിങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടോ താങ്കളെ? എളയപ്പം വാ, നടക്ക്. വാ ഇങ്ങട്. എളയപ്പ കേറിയിരിക്കേ. കർത്താവേ, എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നേ? അവിടെ പോയിരിക്കണേ. എനിക്ക് ഇതൊന്നും കാണാൻ എന്റെ ഈശോയെ. പ്രാഞ്ചിയെ, നിന്റെ അപ്പൻ കോര എവിടെ പോയി എന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞില്ല. ഇത്ര പെട്ടെന്ന് എവിടേക്കാ മുങ്ങിയരേ? നിന്റെ ഏട്ടൻ കുരുവിയുടെ മാർക്ക് എത്രയാണെന്ന് അറിയോ നിനക്ക്? കണക്കിൽ 14. ആ മേഴ്സി ടീച്ചർ എന്നെ ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിച്ചടാ. എന്തുട്ടീ കാണാൻ? ഏതണ്ട ഈ പേരക്കഴി എന്നാ പറഞ്ഞ് ഈ കല്യാണം കഴിക്കാത്ത ചെക്കനെ? എന്തത് എളപ്പിന്റെ മുണ്ടാകെ ചെളിയായിട്ട് ഇതൊരു മുണ്ട് മാറ്റാൻ കൊടുത്തേ. ശരി, എളയപ്പം വാ, നമുക്ക് ഡ്രസ് മാറ്റാം. ഇതിനെന്താ കുഴപ്പടി? ഇതാകെ ചെളിയായിട്ടിരിക്കല്ലേ. എളയപ്പം വാ. മാറല്ലേ? വാ വാ. ഇതെവിടെ ഇരിക്കട്ടെ. വീട്ടില് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായ? ഏയ്, എന്നത്തെ പോലെ അമ്മച്ചി അപ്പച്ചനും തമ്മില് അടിയുണ്ടായി. പക്ഷേ അപ്പച്ചൻ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു. വേറെ പ്രശ്നം ഉണ്ടായില്ല. അതല്ലടാ, എന്തോ വലിയൊരു ഷോക്ക് ഇളപ്പിനെ പറ്റിയിട്ടുണ്ട്. അതെന്താന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ എന്റെ അറിവിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എടാ, ചെലപ്പോ കുറേശ്ശെ വിഷമം ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു വന്നാലും ഇങ്ങനെ സംഭവിക്കാം. നിങ്ങിനി അതും പറഞ്ഞിട്ട് നിക്കാതെ നമുക്കിനി എന്താണ് ചെയ്യാൻ പറ്റണേന്ന് ചിന്തിക്ക്. ഏത് ഡോക്ടറിനെ കാണിക്കാൻ പറ്റണ? ഞാൻ ഈ സംഭവം സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ടപ്പ ഇങ്ങനെ. എളപ്പനെവിടെ? മുണ്ട് വാങ്ങി കുളിമുറി കേറിയിട്ടുണ്ട്. എന്നെ ഇപ്പൊ എന്താ വിളിക്കുന്നറിയോ? സാവിത്രിന്ന്. സാവിത്രിയാ? അതാരാണവോ? അവന് പിന്നെ അതറിയാടാണ്. അല്ല പ്രാഞ്ചിയേട്ടാ, നമുക്കിത് ഇളയമ്മനെ അറിയിക്കണ്ടേ? അമ്മച്ചി അറിഞ്ഞ അമ്മച്ചി ഹാപ്പി ആവട്ടാ. അതെ, നമുക്കിത് എന്തായാലും ഇളയപ്പന്റെ അസുഖം മാറിട്ട് ഇവിടുന്ന് പറഞ്ഞാച്ചാ മതിട്ടാ. ഓരോരോ വേഷങ്ങളെ എന്തുട്ടത്? അച്ഛന്മാരുടെ കോട്ട. നീ എന്തുട്ടാ കൊടുത്തേ? ഞാൻ മുണ്ട് തന്നെയാ കൊടുത്തത്. ഇതാ കുടുംബത്തിന് എടുത്തിട്ടതാവും. ഇതിന് 2 ഭാഗത്തും പോക്കറ്റ് ഉണ്ടാവില്ലടി. അപ്പം തൊട്ടേ കളിക്കാൻ നിക്കണേ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. നീ എന്താ ചൂടാവണേ? എളപ്പം വേണമെന്ന് വെച്ചിട്ടാ? സുഖമില്ലായിട്ടല്ലേ? കുരുവേ, നീ എവിടെയായിരുന്നുടാ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നീ എന്തിനാ മേഴ്സിയിലെ തൊടയമെന്നുള്ളിയ? അവള് 8ലാ പഠിക്കണെങ്കിലും 10ല് പഠിക്കുന്നതിന്റെ വലിപ്പുണ്ട് അവൾക്ക്. കർത്താവാണ്, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. എളപ്പൻ ഇപ്രാവശ്യത്തേക്ക് മാപ്പാക്കണം. ഇനി പാടില്ല. ഞാൻ പറയുകയാണെങ്കിലേ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇളയപ്പിനെ ആശുപത്രിയിലാക്കിയാ പോരെ? അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാലോ. മഞ്ചക്കാരൻ സേവിയാറിന് വരാച്ചാലേ ഇതിനായിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. എന്തടി പൊള്ളിയ തമാശ പറയാച്ചാലും സന്ദർഭം അനുസരിച്ച് പറയണട്ടാ. സാവിത്രി, നീ പോവാൻ നോക്കിയാ നേരെ ഇട്ടവനെ പോണേ. അപ്പ ആരാണി സാവിത്രി? ഏതണ്ട് ഈ ചാണം പറക്കി?